പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ദേശീയ മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ്. ഇത് 5 ഘട്ട എക്സാമിനും LDC എക്സാമിനും ചോദിച്ചിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇനി വരുന്ന LDC എക്സാമിനുകൾക്കും ചോദിക്കുന്ന ഉറപ്പായ ക്വസ്റ്റ്യൻസ് ഈ പോർഷൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകും. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ ഇപ്പോൾ 5 ഘട്ട എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ഘട്ടം ഫസ്റ്റ് സ്റ്റേജ് LDC ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത്? ഇതാണ് ഒന്നാം ഘട്ട എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ആൻസറിൽ ധാരാളം തെറ്റുകൾ വന്നുകൂടിയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി PSC ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലും ധാരാളം തെറ്റുകൾ വന്നു കൂടിയതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും PSC ഓൾറെഡി ഡിലീറ്റ് ആക്കി. നമുക്ക് മൂന്നാം ഘട്ടം ഏതാണ് ചോദിച്ചത് നോക്കാം. മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NHRC എന്ന് പറഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? 3 അംഗങ്ങൾ, B 5 അംഗങ്ങൾ, C 6 അംഗങ്ങൾ, D 10 അംഗങ്ങൾ. നമുക്ക് ആൻസർ C ആണ്. 6 അംഗങ്ങളാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി ഫോർത്ത് സ്റ്റേജിൽ ചോദിച്ചത് ഏതാണെന്ന് നോക്കാം. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, ഓപ്ഷൻ ബി ദേശീയ മനുഷ്യാവകാശ നിയമം 1993, ഓപ്ഷൻ സി മൗലിക അവകാശ നിയമം 1993, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഇനി ഇക്കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഏതാണെന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. 2. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 3. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A ഉണ്ട്, B, C, D. അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും കൂടി നോക്കാം. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ല, അത് ശരിയാണ്. രണ്ടാമത്തത് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തത് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഇത് 3 ശരിയായ ആൻസറാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 5 ഘട്ട പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ഉറപ്പായ ക്വസ്റ്റ്യനാണ്,
ഇത് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഇനി അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാനുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ട് പോകാനാണ് ഈ ക്ലാസ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ദേശീയ മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദേശീയ തലത്തിൽ നിലവിൽ വന്ന വർഷം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ തലത്തിൽ നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12-നാണ്. അപ്പോൾ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത്, ദേശീയ തലത്തിൽ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. അപ്പോൾ സെപ്റ്റംബർ 28-നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷമാണ് ദേശീയമായ തലത്തിലേക്ക് ഇത് വന്നത്. 1993 ഒക്ടോബർ 12-ന് ദേശീയമായിട്ട് ഇന്ത്യ മൊത്തം നിലവിൽ വന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ആസ്ഥാനം പരീദ് കോർട്ട് ഹൗസാണ്. പരീദ് കോർട്ട് ഹൗസ്. ഇത് മുൻ വർഷങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പട്ടേൽ ഭവനം എന്നാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് പരീദ് കോർട്ട് ഹൗസ് എന്നാണ്. മുൻപ് അറിയപ്പെട്ടിരുന്നത് പട്ടേൽ ഭവനം എന്നാണ്. അപ്പോൾ ഈ രണ്ട് പേരും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഏതാണ് ചോദിക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടാം. പിന്നെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ബോഡി. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിൻ്റെ ആസ്ഥാനം പരീദ് കോർട്ട് ഹൗസാണ്. ഇത് ദേശീയ തലത്തിൽ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് അതിന് തൊട്ട് മുൻപത്തെ മാസം 1993 സെപ്റ്റംബർ 28-നാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ വാക്ക്. ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതിൽ 6 അംഗങ്ങളാണുള്ളത്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ എത്ര അംഗങ്ങളാണ്? 6 അംഗങ്ങളാണ് ഉള്ളത്. ഒരു ചെയർമാനും 5 അംഗങ്ങളും. ഒരു ചെയർമാനും 5 അംഗങ്ങളും ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ 5 അംഗങ്ങളിൽ ഒരാൾ വനിത ആയിരിക്കണം, ഒരാൾ പെണ്ണായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അതെത്രയാണ്? 6 ആണ്. അതിൽ ഒരു ചെയർമാനും 5 അംഗങ്ങളും ഉണ്ട്. ഈ 5 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി ചെയർമാനെ കുറിച്ച് നോക്കാം. സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. ചെയർമാൻ ആരായിരിക്കണം? സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ശരിയോ തെറ്റോ എന്നുള്ള ഇതിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ബാക്കി 5 പേരിൽ ഒരാൾ വനിതയായിരിക്കണം. ഒരാൾ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. അപ്പോൾ ഈ 5 പേരിൽ ഒരാൾ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. അപ്പോൾ നിലവിലുള്ള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം ഒരാൾ.
ഒരാൾ വനിതയായിരിക്കണം. ബാക്കി 3 പേര് ആരൊക്കെയായിരിക്കണം? ബാക്കി 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവുള്ളവരോ പരിജ്ഞാനമുള്ളവരോ ആയിരിക്കണം. അപ്പോൾ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തത് ചെയർമാൻ, ഒരു ചെയർമാനാണ്. ചെയർമാൻ സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജിയോ ആയിരിക്കണം. സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ ആയിരിക്കണം സുപ്രീം കോർട്ടിൽ. ഇനി ബാക്കി 5 പേരിൽ ഒരാൾ വനിതയായിരിക്കണം. ബാക്കി ഒരാൾ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിലോ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. ഇനി ബാക്കി 3 പേര് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവുള്ളവരോ പരിജ്ഞാനമുള്ളവരോ ആയിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ട്? 7 അംഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ. ഒന്നാമത്തത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. രണ്ടാമത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. അപ്പോൾ ആദ്യത്തെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. രണ്ടാമത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ഇനി മൂന്നാമത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. നാലാമത്തത് ദേശീയ പിന്നോക്കവർഗ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. നാലാമത്തത് ദേശീയ പിന്നോക്കവർഗ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. അഞ്ചാമത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ആറാമത്തത് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ഏഴാമത്തത് ചീഫ് കമ്മീഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പേഴ്സൻ്റെ ചീഫ് കമ്മീഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. എല്ലാത്തിൻ്റെയും ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ്. ഒന്നാമത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ, രണ്ടാമത്തത് പട്ടികവർഗ കമ്മീഷൻ്റെ, മൂന്നാമത്തത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ, നാലാമത്തത് പിന്നോക്കവർഗ കമ്മീഷൻ്റെ, അഞ്ചാമത്തത് വനിതാ കമ്മീഷൻ്റെ, ആറാമത്തത് ബാലാവകാശ കമ്മീഷൻ്റെ, ഏഴാമത്തത് ഡിസബിലിറ്റിൻ്റെ ചീഫ് കമ്മീഷനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്തത് NHRCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത്? അല്ലെങ്കിൽ NHRCയുടെ ചെയർമാനെയും മറ്റു അംഗങ്ങളെയും നിയമിക്കുന്ന വകുപ്പ് ഏത്? ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്. 3-ാം വകുപ്പാണ് ഇവരെ നിയമിക്കുന്നത്. 3-ാം വകുപ്പിലാണ് ഇവരെ എല്ലാം നിയമിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ NHRCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് വെച്ചാൽ 3-ാം വകുപ്പാണ്. പിന്നെ NHRCയുടെ ചെയർമാനെയും മറ്റു അംഗങ്ങളെയും നിയമിക്കുന്ന വകുപ്പ് എന്ന് വെച്ചാലും 3-ാം വകുപ്പാണ്. പിന്നെ ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അടുത്തത് അംഗങ്ങളെ നിയമിക്കുന്ന ഉപദേശക കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? അതായത് NHRCയുടെ 6 അംഗങ്ങളെയും നിയമിക്കുന്നത് ഒരു ഉപദേശക കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ എത്ര അംഗങ്ങളുണ്ട് അല്ലെങ്കിൽ ആരെല്ലാമാണ് അതിലെ ഉപദേശക കമ്മിറ്റിയിലുള്ളത്? പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രി, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ഇത്രയും പേരാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ NHRCയുടെ അംഗങ്ങളെ നിയമിക്കുന്ന ഉപദേശക കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി,
ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. 3 വർഷമാണ്, അല്ലെങ്കിൽ 70 വയസ്സ്. ഇതാണ് കാലപരിധി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, NHRCയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. NHRCയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവരെ നിയമിക്കുന്ന പ്രസിഡൻ്റാണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്, രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡൻറ്റിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ചാൽ സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദ്യം വന്നാൽ സെക്രട്ടറി ജനറൽ. ഇനി ഇപ്പോൾ നിലവിലുള്ള സെക്രട്ടറി ജനറൽ ആരാണ്? ഭരത് ലാൽ ആണ് നിലവിലെ സെക്രട്ടറി ജനറൽ. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇപ്പോൾ നിലവിലുള്ള ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് നിലവിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് വെച്ചാൽ രംഗനാഥ മിശ്രയാണ്. എന്നാൽ നിലവിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാന്ന് വെച്ചാൽ ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. വിജയഭാരതി സായനി ഈസ് ദ ആക്ടിംഗ് ചെയർപേഴ്സൺ ഓഫ് ദ കമ്മീഷൻ. അപ്പോൾ ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ടിരിക്കുന്നത് വിജയഭാരതി സയാനിയാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആരാണ് ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ? എന്നുവെച്ചാൽ വിജയഭാരതി സയാനി. മലയാളിയായ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അപ്പോൾ മലയാളിയായ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മലയാളിയായ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. പിന്നെ അതിലെ അംഗം, മലയാളിയായ ഒരു അംഗമായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീവി. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവി അംഗവും മലയാളിയായ ചെയർമാൻ ആരാന്ന് വെച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനുമാണ്. അപ്പോൾ ഇതോടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. And thank you for watching.